അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയ ആ സഞ്ജയ് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എൻ്റെ ഒരു പേടി. ആ സഞ്ജയ് ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. എങ്ങനെ ആളെ കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ എത്തിക്കാനാ? ഓർത്തിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയും അവള് ഓർമ്മയില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ട് സ്വാതി വിഷമിക്കുമെന്നാ എൻ്റെ ഇപ്പോഴത്തെ പേടി. സ്വാതി, ഇതെല്ലാം തന്നോട് ഞാൻ എങ്ങനെയാ പറയാതെ വീട്ടിലേക്ക് അവളുടെ അടുത്തേക്ക് നമ്മൾ രണ്ടാളും എങ്ങനെയാ കയറി ചെല്ലുക? അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ഞാൻ എന്ത് വിചാരിക്കാൻ? എന്റെ സഞ്ജുവിനെ എനിക്കറിയില്ലേ? എന്നെ മാത്രം സ്നേഹിക്കുന്ന ആ ഒരാളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന തന്നെ പാപമെന്നാ ഞാൻ കരുതുന്നത്. പിന്നെ എന്റെ അമ്മു, എനിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിക്കൂ. അവള് പ്രാർത്ഥിക്കുന്നത് തന്നെ എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അങ്ങനെയുള്ള അമ്മൂനെ ഞാൻ സംശയിക്കാനോ? കണ്ടില്ലേ ഈ താലി? ഇതെന്റെ കഴുത്തിലണിയിക്കാൻ കാരണം ആരാ? എന്റെ അമ്മുവാ. ഇല്ലെങ്കിൽ ഞാനിപ്പോ കാലം തളർന്ന് കിടന്ന കിടപ്പിൽ സഞ്ജുവിന്റെയും സഞ്ജനയുടെയും വിവാഹ വാർത്ത അറിഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചേന്. എനിക്കിപ്പോ അവളെ കാണണം. എന്റെ അമ്മൂനെ ആശ്വസിപ്പിക്കണം. വേഗം നമുക്ക് പോകാം. സഞ്ജു ഇങ്ങനെ വിഷമിക്കാതെ. ഞാനല്ലേ പറയുന്നത്, അമ്മു സഞ്ജുവിന് ഹസ്ബൻഡായിട്ടോ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എങ്ങനെയും എന്റെ അമ്മുവിനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതാ ഇനി എന്റെ ലക്ഷ്യം. പാവം സ്വാതി. എന്നോടും ലച്ചുവിനോടുള്ള അവളുടെ വിശ്വാസം, ആ സ്നേഹം, അതിന് പകരം ഞാനിപ്പോ എന്റെ സ്വാതിയെ ചതിക്കുക. ഈശ്വര, പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ ചെയ്ത്. എന്താ ശ്രീദേവി നീ പറയുന്നത്? അതെ അച്ഛ, അവള് സ്വയം സഞ്ജുവിന്റെ ഭാര്യയായി ജീവിക്കുക. ഒന്ന് തലതട്ടി വീണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? എനിക്കറിയില്ല അച്ഛ. അമ്മ അറിഞ്ഞുകൊണ്ട് സഞ്ജു അവളുടെ ഭർത്താവാണെന്ന് പറയില്ല. അവളെ എനിക്ക് നന്നായിട്ടറിയാം. അമ്മോ ശ്രീദേവിയെ മാത്രം തിരിച്ചറിയുകയും മറ്റു കാര്യങ്ങൾ മറന്നുപോയെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? എന്നെ അവള് സഞ്ജുവിന്റെ അമ്മയായിട്ട് തന്നെ കാണുന്നേ. അമ്മ എവിടെ ശ്രീദേവമ്മ? എന്നെയും കാവേരിയപ്പച്ചിയും കണ്ട അവൾക്കെല്ലാം ഓർമ്മ വരും. അവൾ ലച്ചു,
മുത്തശ്ശനല്ലേ? അതെ. അമ്മു, എഴുന്നേൽക്ക് കുട്ടി. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം. അമ്മു, എന്തൊക്കെ ഈ കാണിക്കുന്നു? എന്റെ പേര് ലക്ഷ്മി എന്നാ. മുത്തശ്ശൻ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. നീ അമ്മുവോ മോളെ? നീ ഓർത്തു നോക്ക്. എന്നെ പോലെ വേറെ ആരെങ്കിലും മുത്തശ്ശൻ കണ്ടിട്ടുണ്ടോ? എന്റെ വീട് പെരുവണ്ണാപുരത്താ മുത്തശ്ശ. അവരൊക്കെ എത്തേണ്ട സമയമായല്ലോ. കാവേരി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ. ലച്ചു, നീ ഒന്ന് വന്നേ. സഞ്ജുട്ടന്റെ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. പരിചയപ്പെടാനല്ലേ വിളിക്കുന്നത്? മോള് ചെല്ല്. നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ ഇല്ലേ? ചെല്ല്. ഞാനേ ലച്ചുവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ. വാ ലച്ചു. അമ്മേ, അച്ഛ, അമ്മൂന് നമ്മൾ ആരും ഓർമ്മയില്ല. എന്റെ മുഖത്ത് പോലെ അവൾ നോക്കിയില്ല. ഇന്ന് നടന്ന സഞ്ജുവിന്റെ കല്യാണം അവള് മറന്നു. അവളിങ്ങനെ നിൽക്കുമ്പോ എങ്ങനെയാ അച്ഛ ശ്രീകുട്ടിയുടെ ഗൃഹപ്രവേശം നടത്തുക? ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റുമോ? നീ അതിന് വേണ്ടതൊക്കെ ചെയ്യ്. ആലോചിച്ച് നിൽക്കാതെ ചെല്ലു ശ്രീദേവി. കൃത്യസമയത്ത് ഗൃഹപ്രവേശം നടന്നിരിക്കണം. സഞ്ജുട്ടൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അമ്മയ്ക്ക് എന്നോട് ഒരു ദേഷ്യം തോന്നിയില്ലല്ലോ. ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അമ്മ നിലവിളക്ക് തന്ന് സ്വീകരിക്കോ? തലയ്ക്ക് ആകെ ഒരു മരവിപ്പ് പോലെ. എന്നെ മാറി തേച്ചതിന് മുത്തശ്ശി ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. അമ്മു, അയ്യോ, ഞാൻ അമ്മു അല്ല. എന്താ അമ്മു ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ അമ്മു അല്ലാതെ ആരാ? എന്റെ പേര് ലക്ഷ്മി എന്നാ. എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. കാവേരി ചേച്ചിയെ പരീക്ഷിക്കുകയാണോ? പരീക്ഷിക്കേ? ശരിക്കും സഞ്ജുവേട്ടന്റെ ആരാ? എനിക്കിവിടെ അമ്മയെ മാത്രമേ അറിയൂ. എന്നെ നിനക്ക് ഓർമ്മയില്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ ആദ്യമായിട്ടല്ലേ നിങ്ങളെ കാണുന്നേ. സഞ്ജുവേട്ടൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ? ഈശ്വര, കേട്ടതൊക്കെ സത്യാണല്ലോ. അമ്മൂന് ഒരിക്കലും ഇങ്ങനെ പെരുമാറാനാവില്ല. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിനക്കൊന്നും ഓർമ്മയില്ലേ അമ്മു? അയ്യോ, ഞാൻ ലച്ചുവാ. ഞാൻ എങ്ങനെ നിങ്ങളെ ഓർക്കാനാ? എന്റെ വീട് കുറേ ദൂരെയാ, പെരുവണ്ണാപുരത്ത്. സഞ്ജുവേട്ടന്റെ ആരാന്ന് പറഞ്ഞില്ല. ഞാൻ സഞ്ജുവിന്റെ അപ്പച്ചിയാ, കാവേരി. ഓ, ഞാനിവിടെ വരുമ്പോ അമ്മയും സഞ്ജുവേട്ടന്റെ കൂട്ടുകാരൻ ഗോവിന്ദ് എന്നൊരാളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ.
തച്ചിലെടുത്തെന്നല്ലേ ലച്ചുവിന്റെ വീട്ടുപേര്? അയ്യോ, കാവേരിയപ്പച്ചിക്ക് എന്റെ വീട്ടുപേര് എങ്ങനെ അറിയാം? നമ്മള് അവിടെ പോയ കാര്യം ഒന്ന് ഓർത്തു നോക്കി. നമ്മുടെ കൂടെ സച്ചി ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസം അവിടെ താമസിച്ചു. എന്റെ വീട്ടില് കാവേരിയപ്പച്ചി വന്നിട്ടുണ്ടെന്നോ? നല്ല കഥ. എന്റെ വീട്ടിൽ താമസിക്കോ? അതിന് വല്യമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? കാവേരിയപ്പച്ചി തമാശ പറയല്ലേ? തമാശയാണെങ്കി എങ്ങനെ ഞാൻ നിന്റെ വീട്ടുപേര് പറയും? എനിക്ക് മനസ്സിലായി. എന്റെ വീടും നാടും ഒക്കെ അന്വേഷിച്ചറിഞ്ഞൂല്ലേ? അതോ വല്യമ്മ ഇങ്ങോട്ട് വിളിച്ചതാണോ? ഇനി ഇവളോട് എന്ത് പറയാനാ ദൈവമേ? ഒരു ഓർമ്മയും അവളുടെ മനസ്സിലില്ല. വല്യമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യവും. വല്യമ്മ പറയുന്നൊന്നും ആരും വിശ്വസിക്കല്ലേ. നരേന്ദ്രേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാനാ വല്യമ്മ ശ്രമിച്ചത്. ഭാഗ്യത്തിനാ കുഞ്ഞുട്ടേട്ടൻ എല്ലാം അറിഞ്ഞത്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കൃത്യസമയത്ത് സഞ്ചോട്ടം വന്നു. നിനക്ക് സച്ചി അറിയില്ലേ? അതാരാ? ഞാൻ എങ്ങനെ അറിയാനാ? ഞാനിവിടെ വരുമ്പോ സഞ്ജുട്ടന്റെ ഒരു കൂട്ടുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചി, സഞ്ജുട്ടൻ എന്താ വരാൻ വൈകുന്നേ? അവൻ വന്നോളും, നീ വാ. സത്യത്തിൽ നിനക്കിവിടെ ആരെയൊക്കെ അറിയാം? എനിക്കറിയാവുന്ന സഞ്ജുവേട്ടനെയും പിന്നെ സഞ്ജുവേട്ടന്റെ അമ്മയാ. അമ്മേനെ ക്ഷേത്രത്തിൽ വെച്ചാ കണ്ടത്. പക്ഷെ സഞ്ജുവേട്ടന്റെ അമ്മയാണെന്ന് അറിയുന്നത് ഇവിടെ വന്നിട്ടാ. ആരൊക്കെ വന്നെന്ന് തോന്നുന്നു. അത് സഞ്ജുനെ കാണാൻ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വന്നതായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോവാറില്ല. ലച്ചു ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ആ, ഓഫീസിൽ നിന്നാരോ? അതിവിടെ പതിവാ. ഞങ്ങൾ ആരും ശ്രദ്ധിക്കാറേ ഇല്ല. അതിന് സഞ്ജുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അത് പിന്നെ വല്ല ഫയലും കൊണ്ടുവന്നതാവും. അതവിടെ കൊടുത്തിട്ട് പോവും. ദിനേശനോട് ദിനേശ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഗൃഹപ്രവേശം നടക്കട്ടെ. വലതുകാലം വെച്ച് കയറി വാ മോളെ. വാ മോളെ. വിളക്ക് വീട്ട് അകത്തേക്ക് കയറി വാ മോളെ.
അമ്മു എവിടെ? അവളെ കാണുന്നില്ലല്ലോ. അവള് മുകളിലേക്ക് പോയിരിക്കാം മോളെ. മോള് വാ, നിലവിളക്ക് പൂജാമുറി വെച്ച് തൊഴണം. വാ വാ മോളെ, വാ. മുത്തശ്ശ, ഇപ്പൊ ഒന്നും പറയാനാണല്ലോ ഞാൻ. മോൻ അവളോടൊപ്പം ചെല്ലേ. വസുമതിയോടെ മുത്തശ്ശി കിടന്ന് കരയോ? എന്തൊക്കെയാ ദൈവമേ അവിടെ സംഭവിക്കുന്നത്? അതെ, സഞ്ജുട്ടന്റെ ഫോണില് അപ്പച്ചി ഒന്ന് വിളിച്ചു തരുമോ? നീ ധൃതി വെക്കാതെ, അവൻ തിരിച്ചിങ്ങോട്ടല്ലേ വരുന്നേ? അല്ല, ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? നിനക്ക് എല്ലാവരെയും പരിചയപ്പെടാം. സഞ്ജു ഒന്ന് വന്നോട്ടെ. മോള് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചോ. വാ, ചെല്ലു മോളെ. മോളെ, വിളക്ക് വെച്ച് തൊഴുതോളൂ. അമ്മു ഏത് നേരത്തും വരാം മോളെ. എനിക്കിനി അമ്മൂനെ ഒന്ന് കണ്ടേ പറ്റൂ.